ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നവാബി ഷമായുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരു ക്രീം മിക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി മിക്സാക്കി എടുത്തിട്ടാണ് ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നത് കുറുക്കിയെടുക്കണം. അടി പിടിക്കാതെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ കുനാഫ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നോർമൽ സേമിയ എടുക്കുകയാണെങ്കിൽ തിന്ന് കമ്മിയുള്ള സേമിയ എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പൗഡർ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ക്രീം മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സേമിയ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെയർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ നട്ട്സും കൂടി ഒന്ന് വിതറി കൊടുക്കാം. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചും സെറ്റാക്കി എടുക്കാം. നമ്മുടെ നവാബി ഷമായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല രുചിയുള്ള നല്ലൊരു റെസിപ്പിയാണിത്.